നെയ്മർ ഇല്ലാതെയാണ് ഇന്നലെ ബ്രസീലിന്റെ ടീം കളിക്കാൻ ഇറങ്ങിയത്. ആ ഒരു മത്സരത്തിൽ ബ്രസീലിന്റെ ടീം തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാൽ കത്താണ്, കത്താണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതായത് എല്ലാവരും നെയ്മറിനെ ആ ഒരു ടീമിലേക്ക് വീണ്ടും കാർലോ അൻസെലോട്ടി എടുക്കണം, അല്ലെങ്കിൽ ആ ഒരു എടുക്കാത്തത് കൊണ്ടാണ് മത്സരം തോറ്റത് തുടങ്ങിയ ഒരുപാട് ട്രോളുകളും വിമർശനങ്ങളും സംഭവങ്ങളാണ് നിലവിൽ കാർലോ അൻസെലോട്ടി നേരിടുന്നത്. അത് നമ്മുടെ നോർമല് സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങുന്ന സംഭവമല്ല. ഇന്നലെ ബ്രസീൽ വേഴ്സസ് ഫ്രാൻസ് ആ മത്സരം നടക്കുന്നതിന്റെ ഇടയിൽ കാണികൾ നെയ്മറിന്റെ പേരിൽ ചാൻറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കാർലോ അൻസെലോട്ടി മത്സരം കഴിഞ്ഞ് ടണലിലേക്ക് പോകുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അവിടെയും നമ്മുടെ ആരാധകര് നെയ്മറിന്റെ പേരിൽ ചാൻറ്റ് ചെയ്തിരുന്നു. അതായത് നെയ്മറിന്റെ ഫിറ്റ്നസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നെയ്മർ ടീമിൽ എടുക്കാത്തത് എന്നാണ് കാർലോ അൻസെലോട്ടിയുടെ നിലപാട്. പക്ഷെ നെയ്മർ ഇല്ലാതെ ആ ഒരു അറ്റാക്കിംഗ് സൈഡ്, ബ്രസീലിന്റെ അറ്റാക്കിംഗ് സൈഡ് ഒരു തേങ്ങാക്കൊലയാണ്. അത് സത്യം പറഞ്ഞാൽ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ വിനീഷ്യസ്, റാഫീനിയ, മാത്യാസ് കുഞ്ഞ തുടങ്ങിയ മാർട്ടിനല് തുടങ്ങിയ യങ് സ്റ്റാർസ്, ഫിസിക്കലി ഓക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലേയേഴ്സിനെ പറ്റി പറഞ്ഞാലും അവർക്കൊന്നും ഈ ഒരു സംഭവം കിട്ടി ദഹിക്കണില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ആ ഒരു ബ്രസീലിന്റെ 10ാം നമ്പർ നെയ്മർ ഇട്ട് കളിക്കുമ്പോഴുള്ള വൈബ് അത് വേറെ തന്നെയാണ്. അത് ഇന്നലെ വിനീഷ്യസ് ആണ് ഇട്ടത്, പക്ഷെ നെയ്മറിന്റെ ഒരു ഓറ അത് ഡിഫറെന്റ് ആണ്. അത് ഇവന്മാർക്കൊന്നും അത് ഇല്ല. അപ്പോൾ നെയ്മറിനെ എടുക്കാത്തതിൽ ഇപ്പോൾ നിലവിൽ ശക്തമായ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും അടുത്ത മത്സരത്തിലും ഇത്തരത്തിലുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലും കാർലോ അൻസെലോട്ടിക്ക് ഈ ഒരു മത്സരം, ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരം വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശക്തമായിട്ടുള്ള വിമർശനങ്ങളായിരിക്കും കാർലോ അൻസെലോട്ടി നേരിടേണ്ടി വരിക. ഏതായാലും നമ്മൾ അത് കണ്ടറിയേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.